ഗുഡ് മോർണിംഗ്. ഫോർത്ത് മൊഡ്യൂളിലെ എയർ ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എയർ ആക്സിഡൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോസസിനെ മെയിനായിട്ടൊരു 5 ഡിവിഷനായിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതെന്താണ് എങ്ങനെയാണെന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക്. നെക്സ്റ്റ് ഞാൻ മൂവ് ചെയ്യാൻ പോകുന്നത് ബോട്ട് ക്യാപ്സൈസ് എന്ന് പറയുന്ന അടുത്ത സബ് ടോപ്പിലേക്കാണ്. അപ്പോൾ ഇതുവരെയായിട്ട് റെയിൽ ആക്സിഡൻറ്റ്സ്, എയർ ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് ബോട്ട് ക്യാപ്സൈസിനെ കുറിച്ചാണ്. ബോട്ട് ക്യാപ്സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം സബ് ടോപ്പിക്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബോട്ട് അപകടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്യാപ്സൈസിങ് ഓർ കീലിംഗ് ഓവർ ഈസ് വെൻ എ ബോട്ട് ഓർ ഷിപ്പ് ഈസ് ടേൺഡ് ഓൺ ഇറ്റ്സ് സൈഡ് ഓർ ഇറ്റ്സ് അപ്സൈഡ് ഡൗൺ. ക്യാപ്സൈസിങ് എന്ന് പറയുന്നത് ഒരു ബോട്ട് മറിയുന്നതിന് അല്ലെങ്കിൽ ബോട്ട് അപകടങ്ങളെ നമ്മൾ ടോട്ടലായിട്ട് പറയുന്ന പേരാണ് ക്യാപ്സൈസിങ് അല്ലെങ്കിൽ കീലിംഗ് ഓവർ. മറിയുന്നതിനാണ്, വെള്ളത്തിൽ ബോട്ട് മറിയുന്നതിനാണ് നമ്മൾ ബോട്ട് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു കുഞ്ഞ് ഡെഫിനിഷൻ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വെൻ എ ബോട്ട് ഓർ ഷിപ്പ് ഈസ് ടേൺഡ് ഓൺ ഇറ്റ്സ് സൈഡ് ഓർ ഇറ്റ്സ് അപ്സൈഡ് ഡൗൺ. ഒന്നെങ്കിൽ സൈഡിലേക്ക് മാത്രം ചെരിയുന്നതിനെയോ അല്ലെങ്കിൽ വീഴുന്നതിനോ നമ്മൾ ക്യാപ്സൈസ് എന്ന് പറയും. അല്ല എന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് അപ്സൈഡ് ഡൗൺ, മൊത്തമായിട്ട് തലകുത്തനം അറിയുന്നതിനെ നമ്മൾ ബോട്ട് ആക്സിഡൻറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബോട്ട് ക്യാപ്സൈസ് എന്നാണ് പറയുന്നത്. ദ ആക്ട് ഓഫ് റിവേഴ്സിങ് എ ക്യാപ്സൈസ്ഡ് വെസൽ ഈസ് കോൾഡ് റൈറ്റിംഗ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ മറിഞ്ഞുപോയ ഏതൊരു ബോട്ടായാലും ഏതൊരു വെസലായാലും അതിൻ്റെ പഴയ ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മറിഞ്ഞുപോയതിന് തിരിച്ച് വീണ്ടും ശരിയാക്കി എടുക്കുന്നതിനാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇഫ് എ ക്യാപ്സൈസ്ഡ് വെസൽ ഹാസ് ഇനഫ് ഫ്ലോട്ടേഷൻ ടു പ്രിവെൻറ്റ് സിങ്കിങ്. ഒരു മുങ്ങിപ്പോയ ഒരു ബോട്ടിന് നമ്മൾ വെസൽ എന്നുള്ളതല്ലാതെ ഒരു ബോട്ടായിട്ട് തന്നെ എടുക്കുകയാണ്. ആ ബോട്ടിന് തിരിച്ച് അത് സൈഡിലേക്ക് ചേർന്ന് തിരിച്ച് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സ്റ്റെബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസൈന് പറയുന്ന പേരാണ്, അത്തരം വെസൽസിൻ്റെ ആ ഒരു ഡിസൈന് പറയുന്ന പേരാണ് സെൽഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി ആ ഒരു പോയിന്റിൽ നിന്ന്. ആ ഒരു മുങ്ങിപ്പോയ വെസലായാലും, മുങ്ങിപ്പോകുമെന്ന് പറയുന്നില്ല, സൈഡ് ചെരിഞ്ഞ അല്ലെങ്കിൽ തലകുത്തനെ പറഞ്ഞ ആ ഒരു വെസല് അതിന് സ്വയം റിക്കവർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെൽഫ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ബോട്ട് ക്യാപ്സൈസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ടൈറ്റിൽ കുറച്ച് ഫെമിലാരിറ്റി ഉണ്ടാവില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു നെയിമായിരിക്കും, എന്നാൽ പോലും അതൊരു ബോട്ട് ആക്സിഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വേർഡ് പഠിക്കുന്നത് ചെയ്യാം. ദെൻ ദ ടിപ്പിക്കൽ ബോട്ടിംഗ് ആക്സിഡൻറ്റ്. മോസ്റ്റ് ബോട്ടിംഗ് ഫെസിലിറ്റീസ് ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ബാഡ് വെതർ ഓർ ഹസാർഡസ് സീ കണ്ടീഷൻ. ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ബോട്ട് അപകടങ്ങളെ, ആപത്തിനെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെയാണ് ഫാറ്റലിറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് bad weather or hazardous sea conditions. They typically occur in smaller open boats on inland waters during daylight hours when weather and visibility are good, the winds are light and the water is calm. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാൻ അതിന് മോശം കാലാവസ്ഥയാവണമെന്നോ അങ്ങനെ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടോയെന്നല്ല, ഏത് സമയവും സംഭവിക്കാവുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഡിസ്പൈറ്റ് ദീസ് ഐഡിയൽ കണ്ടീഷൻസ് പാസഞ്ചേഴ്സ് fall overboard and many boats capsize, causing over half of all boating fatalities. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കണ്ടീഷനിൽ നിന്ന് വിട്ടിട്ട് ഒരു ആരെങ്കിലും ഇപ്പോൾ ബോട്ടിൽ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു പാസഞ്ചർ അതിൽ നിന്ന് വീണ് പോവുകയോ അല്ലെങ്കിൽ ബോട്ട് ക്യാപ്സൈസ് മറിഞ്ഞു പോകുന്ന സംഭവം സംഭവിക്കുക അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിനാണ് നമ്മൾ ബോട്ട് ക്യാപ്സൈസ് അല്ലെങ്കിൽ ബോട്ടിംഗ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ഓവർ ഹാഫ് ഓഫ് ബോട്ടിംഗ് ഫാറ്റലിറ്റീസ് ആയിട്ട് മൊത്തം നടക്കുന്നതിൽ ഒരു 50% ഇങ്ങനത്തുള്ള ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഹൗ ടു പ്രിവെൻറ്റ് ക്യാപ്സൈസിങ്, സ്വാമ്പിങ് ഓർ ഫാളിങ് ഓവർബോർഡ്. അപ്പോൾ എങ്ങനെ ഈ ബോട്ട് ആക്സിഡൻറ്റ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നോക്കാൻ പോകുന്നത്. എന്നുള്ളൊരു മെത്തേഡാണ്. മേക്ക് ഷുവർ ദാറ്റ് you and your passengers are wearing life jackets while the boat is underway. അപ്പോൾ ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് വെയർ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് റൂളായി പറയുന്നത്. സെക്കൻഡ് വൺ, അറ്റാച്ച് ദ ഇഗ്നിഷൻ സേഫ്റ്റി സ്വിച്ച് ലാൻഡ്യാർഡ് ടു യുവർ റിസ്റ്റ് ക്ലോത്ത്സ് ഓഫ് ലൈഫ് ജാക്കറ്റ്. അപ്പോൾ ഈ സേഫ്റ്റി സ്വിച്ച് ആയിട്ടുള്ള ലാൻഡ്യാർഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രിസ്റ്റിനോടോ അല്ലെങ്കിൽ ക്ലോത്ത്സിനോടോ ലൈഫ് ജാക്കറ്റിനോടോ ഒക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബോട്ടിൽ അതിൻ്റെ സേഫ്റ്റി ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഡിവൈസസ് ആണ്. അതൊക്കെ കറക്റ്റ് ഫോമിൽ വർക്കിംഗ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യാനാണ് പറയുന്നത്. ഡോണ്ട് അലൗ എനിവൺ ടു സിറ്റ് ഓൺ ദ ഗൺവെയിൽ, ബോ, സീറ്റ് ബാഗ്സ്, മോട്ടോർ കവർ ഓർ എനി അതർ ഏരിയ നോട്ട് ഡിസൈൻഡ് ഫോർ സീറ്റിംഗ്. അപ്പം ഇരിക്കാൻ പാടില്ലാത്ത സ്ഥലത്തൊന്നും ആളുകൾ ഇരിക്കരുത് എന്നുള്ളൊരു അത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യാം.
Also, don't let anyone sit on the pedestal seats when operating at a speed greater than ideal speed. Okay, ideal speed. Then ആ ഒരു സ്പീഡ് ഓവറാണ് എന്നുണ്ടെങ്കിൽ പെഡസ്റ്റൽ സ്റ്റെയർ സീറ്റിൽ പോലും ആരെയും ഇരുത്തരുതെന്നാണ് പറയുന്നത്. അതൊക്കെ ആക്സിഡൻറ്റ്സ് നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഡോണ്ട് ഓവർലോഡ് യുവർ ബോട്ട്. അപ്പോൾ ഒരു ബോട്ടിൽ ഇപ്പോൾ ഇത്ര ആളെന്നുണ്ട് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഇത്ര ആ ബോട്ടിൻ്റെ സൈസും അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഓരോ ബോട്ടിലും ഇത്ര ആളെ പാടുള്ളൂ എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓവർലോഡ് ആവാതെ ശ്രദ്ധിക്കുക. ബാലൻസ് എ ലോഡ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗിയർ. എന്നാലേ പാസഞ്ചേഴ്സിൻ്റെ ലോഡും ഗിയറും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കീപ് യുവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലോ by not allowing people to stand up or move around while underways, especially in smaller less stable boat. അപ്പോൾ ചെറിയ ബോട്ടുകളിൽ ആളുകൾ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു കണ്ടീഷൻ ഇല്ലാതിരിക്കാൻ നോക്കുക. കാരണം ബോട്ടിൻ്റെ ആ ഒരു കൺട്രോളിനെ അത് ബാധിക്കും. അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലോ ആയി കീപ്പ് ചെയ്യുന്നതിൽ നിന്ന് അത് ചേഞ്ചസ് വരുത്തും. അപ്പോൾ അത് ബോട്ട് മറിയാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ദെൻ ഇൻ എ സ്മോൾ ബോട്ട് ഡോണ്ട് അലൗ എനിവൺ ടു ലീൻ എ ഷോൾഡർ ബിയോണ്ട് ദ ഗൺ വീൽ. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ ഷോൾഡർ നീട്ടിയിട്ട് കുനിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് വരരുതെന്നാണ് പറയുന്നത്. അതും ബോട്ടിൻ്റെ ആ ഒരു സൈഡിലേക്കുള്ള വെയിറ്റ് കൂട്ടും. സ്ലോ യുവർ ബോട്ട് അപ്രോപ്രിയേറ്റ്ലി വെൻ ടേണിങ്. അപ്പോൾ ബോട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ ടേൺ ചെയ്യുമ്പോൾ ആ ഒരു ടേണിങ്ങിനനുസരിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്ലോ ആക്കണം, ബോട്ട് സ്ലോ ആക്കണം എന്നാണ് പറയുന്നത്. ഡോണ്ട് ഡിസ് ബോട്ടിങ് ഇൻ റഫ് വാട്ടർ കണ്ടീഷൻസ് ഓർ ഇൻ ബാഡ് വെതർ. റഫായിട്ടുള്ള വാട്ടർ കണ്ടീഷനിലോ അല്ലെങ്കിൽ കാലാവസ്ഥ വെതർ അത്ര പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല വെതർ അല്ല എന്നുണ്ടെങ്കിൽ ബോട്ടിങ് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ബോട്ടിങ്ങിൽ പോവാതിരിക്കുകയാണ് നല്ലത്. വെൻ ആങ്കറിങ് സെക്യൂർ ദ ആങ്കർ ലൈൻ ടു ദ ബോ നെവർ ടു ദ സ്റ്റേൺ. അപ്പോൾ നമ്മൾ ബോട്ടിലിരുന്ന് മീൻ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് പറയുന്നത്. ആങ്കർ ലൈന് ബോലാണ് സെക്യൂർ ചെയ്ത് വെക്കേണ്ടത്, സ്റ്റേണിലല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്യാപ്സൈസിങ് അല്ലെങ്കിൽ ബോട്ട് ആക്സിഡൻറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോട്ട് ക്യാപ്സൈസ് അല്ലെങ്കിൽ ബോട്ട് ആക്സിഡൻറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു പോയി. ദെൻ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള മെത്തേഡ്സും പറഞ്ഞു. നെക്സ്റ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോഷൻസ് പറയുന്ന അടുത്ത സബ് ഹെഡിങ്ങിലേക്കാണ്. എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ സ്ഫോടനം, പൊട്ടിത്തെറി എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ആൻ എക്സ്പ്ലോഷൻ ഈസ് എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ വോളിയം ആൻഡ് റിലീസ് ഓഫ് എനർജി ഇൻ ആൻ എക്സ്ട്രീം മാനർ, യൂഷ്വലി വിത്ത് ദ ജനറേഷൻ ഓഫ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ദ റിലീസ് ഓഫ് ഗ്യാസസ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടായിരിക്കും, ദെൻ വോളിയത്തിലുള്ള ഇൻക്രീസ് വരാം, റിലീസ് ഓഫ് എനർജി, ഇതെല്ലാം കൂടെ നടക്കുമ്പോൾ ആ ഒരു സ്ഫോടനം നമ്മൾ പറയുന്നതാണ്. ദെൻ ഇറ്റ് എൻഡ്സ് വിത്ത് ദ റിലീസ് ഓഫ് സം ഗ്യാസസ്. അത്രയും നമുക്ക് പോയിസണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസും അതിൽ നിന്ന് എമിറ്റ് ആവും ഒരു സ്ഫോടനം നടക്കുമ്പോൾ എന്നാണ് പറയുന്നത്. അതിനൊരു 2 ഡിവിഷൻ പറയുന്നുണ്ട് എക്സ്പ്ലോഷൻസിനെ, സൂപ്പർസോണിക്കും സബ്സോണിക്കും. സൂപ്പർസോണിക് എക്സ്പ്ലോഷൻസ് ക്രിയേറ്റഡ് ബൈ ഹൈ എക്സ്പ്ലോസീവ്സ്. അപ്പോൾ സൂപ്പർസോണിക് എന്ന് പറയുമ്പോൾ അത്രയും ഹൈ ലെവൽ, ശബ്ദത്തേക്കാൾ കൂടുതൽ വേഗതയിൽ എന്നുള്ളതിനാണ് നമ്മൾ സൂപ്പർസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഫോടനങ്ങൾ നമ്മൾ അത്രയും പവർഫുൾ ആയിരിക്കും. ദെൻ ദേ ആർ കോൾഡ് ആസ് ഹൈ എക്സ്പ്ലോസീവ്സ്. ദേ ആർ ഡോൺ ആസ് ഡിറ്റോണേഷൻസ്. അതിന് പറയുന്ന ആ ഒരു ഹൈ എക്സ്പ്ലോസീവ്സിന് പറയുന്ന പേരാണ് ഡിറ്റോണേഷൻസ്. ആൻഡ് ട്രാവൽ വൈ സൂപ്പർസോണിക് ഷോക്ക് വേവ്സ്. ഇനി അടുത്ത് പറയുന്നത് സബ്സോണിക് എക്സ്പ്ലോഷനാണ്. അപ്പോൾ എക്സ്പ്ലോഷൻ എന്നുള്ളതിന് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൂപ്പർസോണിക്കും സബ്സോണിക്കും. സൂപ്പർസോണിക്സ് എന്ന് പറയുന്നത് ഹൈ എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സബ്സോണിക്സ് എന്ന് പറയുന്നത് ലോ എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ത്രൂ എ സ്ലോവർ ബേണിംഗ് പ്രോസസ് നോൺ ആസ് deflagration. മറ്റേത് detonation, ഇത് deflagration. When caused by a man-made device such as a exploding rocket or firework, the audible component of an explosion is referred to as its report. അപ്പോൾ നമ്മളൊരു man-made device വെച്ചിട്ടുണ്ടാകുന്ന എക്സ്പ്ലോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഓഡിബിൾ ആയിട്ടുള്ള കോമ്പണൻറ്റിന്, ആ സൗണ്ട് ഉണ്ടാകുന്ന ആ ഒരു കോമ്പണൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് റിപ്പോർട്ട്. അപ്പോൾ എക്സ്പ്ലോഷൻ എന്നുള്ളത് എന്താണെന്നുള്ളത് ജസ്റ്റ് ആ ഒരു ഡെഫിനേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വേർഡ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ഇത് അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കാം. ആ ഒരു വേർഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ നോക്കാം. 2 ഡിവിഷനും സൂപ്പർസോണിക് ആൻഡ് സബ്സോണിക്. ദെൻ എക്സ്പ്ലോഷൻസിൻ്റെ കോസസാണ് പറയുന്നത്. ഒരു 5-6 കോസസ് പറയുന്നുണ്ട്. നാച്ചുറൽ, ആസ്ട്രോണമിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക്, ദെൻ മെക്കാനിക്കൽ ആൻഡ് വേപ്പർ, ദെൻ ന്യൂക്ലിയർ.
ഇങ്ങനെ ഒരു 6 ഡിവിഷൻ പറയുന്നുണ്ട്. അതിൽ നാച്ചുറൽ പറയുന്നതാണ് എക്സ്പ്ലോഷൻ ക്യാൻ ഓക്കർ ഇൻ നേച്ചർ. മോസ്റ്റ് നാച്ചുറൽ എക്സ്പ്ലോഷൻസ് അറൈസ് ഫ്രം വോൾക്കാനിക് എറപ്ഷൻസ്. അപ്പോൾ അധികമായിട്ട് വരുന്ന നേച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വരുന്ന എക്സ്പ്ലോഷൻസ് പറയുന്നത് വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നതാണ്. Explosive volcanic eruptions occur when magma rising from below has much dissolved gas in it. The reduction of pressure as the magma rises causes the gas to bubble out of the solution, resulting in a rapid increase in volume. അപ്പോൾ മാഗ്മ അതിൽ നിന്ന് റൈസ് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു എക്സ്പ്ലോഷൻ്റെ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ആ ഒരു തീവ്രത കൂടുന്നത്. അപ്പോൾ നാച്ചുറൽ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വോൾക്കാനിക് എറപ്ഷൻസ് ആണ്. അതിൽ പറയുന്നത് മാഗ്മ റൈസ് ചെയ്ത് വരുമ്പോൾ അതൊരു ബബിളായിട്ട്, ഈ മാഗ്മ ഒരു ബബിളായിട്ട് വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗ്യാസൊക്കെ നന്നായിട്ട് അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദെൻ ആസ്ട്രോണമിക്കൽ എന്ന് പറയുന്നത് സ്റ്റാർ എക്സ്പ്ലോഡ്സ് ആണ്. സ്റ്റാറുകൾ തമ്മിൽ അല്ലെങ്കിൽ ആകാശത്ത് നടക്കുന്ന എക്സ്പ്ലോഷൻസ് ആണ്. among the largest known explosions in the universe are supernovae. അതിന് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് നടക്കുന്ന എക്സ്പ്ലോഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർനോവ, which results when a star explodes from the sudden starting or stopping of nuclear fusion and gamma ray burst, whose nature is still in some dispute. ഓക്കെ, അപ്പോൾ സൂപ്പർനോവ എന്ന് പറയുന്നത് ഒരു സ്റ്റാറാണ്. അത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് കപ്പാസിറ്റി സണ്ണിനേക്കാൾ കൂടുതലാവുമെന്നാണ് പറയുന്നത്. ദെൻ ഹൂസ് നേച്ചർ ഈസ് സ്റ്റിൽ ഇൻ സം ഡിസ്പ്യൂട്ട്. അതെന്താണ് എങ്ങനെയെന്നുള്ളത് ഇപ്പോഴും തർക്കവിഷയമായിട്ട് തുടരുകയാണ്. സോളാർ ഫ്ലെയർസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലോഷൻസ് കോമൺ ഓൺ ദി സൺ ആൻഡ് പെർസ്യൂമബ്ലി ഓൺ മോസ്റ്റ് അതർ സ്റ്റാർസ് ആർ ആസ് വെൽ. ഓക്കെ, അപ്പോൾ സൂപ്പർനോവ എന്ന് പറയുന്ന അത്തരത്തിലുണ്ടാവുന്ന എക്സ്പ്ലോഷൻസിനെയാണ്, അല്ലെങ്കിൽ സൂപ്പർനോവ ക്രിയേറ്റ് ചെയ്യുന്ന അത്തരം എക്സ്പ്ലോഷൻസിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് ആസ് എ റിസൾട്ട് വെൻ എ സ്റ്റാർ എക്സ്പ്ലോഡ്സ് ഫ്രം ദി സഡൻ സ്റ്റാർട്ടിംഗ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ഗാമ റേ ബസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയർ ഫ്യൂഷനോ അല്ലെങ്കിൽ ഗാമ റേ ബസ്റ്റോ ഒക്കെ ഉണ്ടാവുന്ന സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എക്സ്പ്ലോഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ എക്സ്പ്ലോഷൻ. The most common artificial explosives are chemical explosives. അപ്പോൾ കോമൺ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ എക്സ്പ്ലോസീവ്സ്, ആർട്ടിഫിഷ്യലായിട്ട് ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് കെമിക്കൽ എക്സ്പ്ലോസീവ്സ് ആണ്. യൂഷ്വലി ഇൻവോൾവിങ് എ റാപ്പിഡ് ആൻഡ് വയലൻറ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് ഹോട്ട് ഗ്യാസ്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഹോട്ട് ഗ്യാസ് ഈ എക്സ്പ്ലോഷൻസിൽ നിന്ന് ക്രിയേറ്റഡ് ആവും. ഗൺ പൗഡർ വാസ് ദ ഫസ്റ്റ് എക്സ്പ്ലോസീവ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് പുട്ട് ടു യൂസ്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാൻ മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എക്സ്പ്ലോസീവിൽ മെയിനായിട്ട് പറയുന്ന ഒന്നാണ് ഗൺ പൗഡർ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു എക്സ്പ്ലോസീവായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റ്. എ ഹൈ കറണ്ട് ഇലക്ട്രിക്കൽ ഫോൾട്ട് ക്യാൻ ക്രിയേറ്റ് ആൻ ഇലക്ട്രിക്കൽ എക്സ്പ്ലോഷൻ. അപ്പോൾ ഇലക്ട്രിക്കൽ എക്സ്പ്ലോഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഹൈ കറണ്ട് ഇലക്ട്രിക്കൽ ഫോൾട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോൾട്ടിൽ വരുന്നതാണ് ഇലക്ട്രിക്കൽ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ബൈ ഫോമിങ് എ ഹൈ എനർജി ഇലക്ട്രിക്കൽ ആർക്ക് വിച്ച് റാപ്പിഡ്ലി വാപ്പറൈസസ് മെറ്റൽ ആൻഡ് ഇൻസുലേഷൻ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള എക്സ്പ്ലോഷൻസിന് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിവൈസസിലോ അങ്ങനെ പറയുന്ന എക്സ്പ്ലോഷൻസിനെയാണ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എക്സ്പ്ലോഷൻസ് പറയുന്നത്. ദെൻ മെക്കാനിക്കൽ ആൻഡ് വേപ്പർ. Strictly a physical process as opposed to chemical or nuclear. അപ്പോൾ മറ്റേതിൽ നമ്മൾ പറഞ്ഞതുപോലെയല്ല, ഇതൊരു ഫിസിക്കൽ പ്രോസസ്സാണ് മെക്കാനിക്കൽ ആൻഡ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ബേസ്റ്റിംഗ് ഓഫ് എ സീൽഡ് ഓർ പാർഷ്യലി സീൽഡ് കണ്ടെയ്നർ. അപ്പോൾ എന്ന് പറയുന്നത് ഇത് പൊട്ടിത്തെറിക്കുകയാണ്. ഒരു നമ്മൾ അടച്ചു വെച്ചൊരു കണ്ടെയ്നറോ അല്ലെങ്കിൽ പകുതി അടച്ചു വെച്ച കണ്ടെയ്നറോ ഒക്കെ പൊട്ടിത്തെറിക്കുന്നതിനാണ്. അണ്ടർ ഇൻറ്റേർണൽ പ്രഷർ, പുറത്തു നിന്നുള്ള ഒരു പ്രഷറും ഇല്ല, അത് ഉള്ളിൽ നിന്നുള്ള അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാരണം പൊട്ടിത്തെറിക്കുന്നത്. കാരണം ഓവർ ഹീറ്റഡ് ബോയിലർ ഓർ എ സിമ്പിൾ ടിൻ ക്യാൻ. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ പൊട്ടിത്തെറിച്ചെന്ന് പറയും, അതൊക്കെ ഇങ്ങനത്തെ തന്നെ എക്സാമ്പിളായിട്ട് പറയാം. ദെൻ ന്യൂക്ലിയർ. In addition to stellar nuclear explosions, a man-made nuclear weapon is a type of explosive weapon that derives its destructive force from nuclear fission or form a combination of fission and fusion. As a result, even nuclear weapon with a small yield is significantly more powerful than the largest conventional explosives available. അപ്പോൾ ന്യൂക്ലിയർ
വെപ്പൺസ് പറയുന്നത് അതാണ് ഏറ്റവും എക്സ്പ്ലോസീവ്സിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ദെൻ നമ്മുടെ കൺവെൻഷണൽ എക്സ്പ്ലോസീവ്സിനേക്കാൾ കൂടുതലൊക്കെ ഈ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ്സ് ആണ് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത്. വിത്ത് എ സിംഗിൾ വെപ്പൺ ക്യാപ്പബിൾ ഓഫ് കംപ്ലീറ്റ്ലി ഡെസ്ട്രോയിങ് ആൻ എൻറ്റയർ സിറ്റി. ഒരൊറ്റ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്തിട്ട് ഒരു സിറ്റി മുഴുവൻ ഡെസ്ട്രോയ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ മാൻമെയ്ഡ് ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു രാജ്യത്തിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യുന്ന പറയുന്നതാണ്, അല്ലെ വാർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് അത്രയും ഡെസ്ട്രോയിങ് ക്യാപ്പബിലിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എക്സ്പ്ലോഷൻസിൻ്റെ കോസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. 6 ഡിവൈഡ് ചെയ്തു. നാച്ചുറൽ, ആസ്ട്രോണമിക്കൽ, കെമിക്കൽ, ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക്, മെക്കാനിക്കൽ ആൻഡ് വേപ്പർ, ഫൈനലി ന്യൂക്ലിയർ.